ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്യു കുഴൽനാടൻ MLA വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ വസ്തു വാങ്ങിയതിലും നികുതി അടച്ചതിലും ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് പരാതിക്കാരൻ. അന്വേഷണത്തിൽ MLA എന്ന് യാതൊരു പരിഗണനയും തനിക്ക് വേണ്ട എന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും MLA പറഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറുകളായി? എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ചോദ്യം ചെയ്യലിനൊടുവിൽ? അഷ്മി, ഏകദേശം 1.5 മണിക്കൂറായി മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ട്. 2023 സെപ്റ്റംബർ 20-നാണ് വിജിലൻസ് ഈ കേസല്ല ഇതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. ചിന്നക്കനാലിൽ 1 ഏക്കർ 14 സെന്റ് സ്ഥലം, അത് മാത്യു കുഴൽനാടൻ വാങ്ങിയത് ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത് 1,95,00,000 രൂപ എന്നാണ്. എന്നാൽ സത്യവാങ്മൂലത്തിലേക്ക് എത്തുമ്പോൾ അത് 3.5 കോടിയായി മാറുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് CN മോഹനൻ വിജിലൻസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നത്. മാത്യുവിന് ഈ സ്ഥലം വിറ്റ ആളുകളുടെയും മാത്യുവിന്റെ പാർട്ട്ണർമാരുടെയും മൊഴി നേരത്തെ തന്നെ വിജിലൻസ് എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മാത്യുവിന് നോട്ടീസ് നൽകി ഇപ്പോൾ മൊഴി നൽകാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാര്യമായ ഡെവലപ്മെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മറ്റു വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് മാത്യുവിന് നോട്ടീസ് നൽകിയത് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. തനിക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും വേണ്ട, MLA എന്ന തരത്തിൽ ഒരു പരിഗണനയും തനിക്ക് വേണ്ട. പക്ഷേ ഈ കേസിൽ താൻ പൂർണ്ണമായി സഹകരിക്കും. രാഷ്ട്രീയമായി ഇതിൽ ഏതെങ്കിലും തരത്തിൽ പുകമറ സൃഷ്ടിക്കാനാണ് CPM സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നാണ് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചത്. തന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഈ വസ്തു 3 പേരുടെ പേരിലാണ് വസ്തു ഉള്ളത്. ആദ്യഘട്ടത്തിൽ അമ്മ ഈ സ്ഥലം ഉടമയായ അവരുടെ അമ്മയാണ് ആധാരത്തിന്റെ ഏറ്റവും ഭൂരിഭാഗം ഹോൾഡ് ചെയ്യുന്ന ആള്. അവരുടെ ആധാരമാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ബാക്കി 2 ആധാരങ്ങളും പിന്നീടാണ് രജിസ്റ്റർ ചെയ്തത്. അത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അല്ലാതെ ഒരു തരത്തിലുള്ള വീഴ്ചയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്യുവിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഒരു തരത്തിലും ഇതിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പം ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ മാത്യു വിജിലൻസിന് പരാതി നൽകിയിരുന്നു. പിന്നീട് മാത്യു വിജിലൻസ് ഡയറക്ടറെ നേരിൽ കണ്ട് തന്റെ മൊഴിയെടുക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആ വിഷയത്തിൽ വിജിലൻസ് ഇതുവരെ ഇടപെട്ടിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മാസപ്പടി വിവാദത്തിൽ താൻ കോടതിയെ സമീപിക്കുന്നു, അതായത് വീണ വിജയനെതിരെ ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്നുള്ളൊരു സൂചനയും മാത്യു കുഴൽനാടൻ നൽകുന്നുണ്ട്. ഈ റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. ഹാഷ്മി, ഓക്കെ, അവിടെ ചോദ്യം ചെയ്യൽ 2 മണിക്കൂറാവുന്നു, പുരോഗമിക്കുകയാണ് ഇപ്പോഴും.